ദൈവം എപ്പോഴും ഒരു വ്യക്തിയെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. വൺ പേഴ്സൺ. ഞാൻ വിശ്വസിക്കുന്നു ഇന്നിതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തും പ്രാർത്ഥന ഉയരുന്ന ചിലതിനെ നോക്കി കർത്താവ് പറയുകയാണ്, നിന്റെ മേൽ എൻ്റെ ദൃഷ്ടി പതിഞ്ഞു, നിന്നിൽ കൂടെ എനിക്കൊരു വലിയ പ്രവൃത്തി ചെയ്തെടുക്കുവാനുണ്ട്. ഞാൻ ആരോടാ സംസാരിക്കുന്നത്? സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ, പ്രായത്തിൻ്റെ വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങി ലഭിച്ച ഒരു ആയുധത്തെ എൻ്റെ ദൈവം എടുത്തു കഴിഞ്ഞാൽ ആർക്കറിയാം, ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആ വ്യക്തി. നിങ്ങളുടെ ശബ്ദമായിരിക്കും കർത്താവ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ വാക്കുകളായിരിക്കും കർത്താവ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ ആയിരിക്കും കർത്താവ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ പരസ്യമായി, ഒരുപക്ഷെ രഹസ്യമായി, ഒരുപക്ഷെ ആൾക്കാരുടെ മുൻപിൽ, ഒരുപക്ഷെ പ്രാർത്ഥന മുറിയിൽ. ഐ ഡോണ്ട് നോ. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം ചിലരെ തിരഞ്ഞെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലരുണ്ടോ? ദൈവത്തിന്റെ വിശ്വസ്തതയിൽ, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ, ഹേ മോശെ 80 വയസ്സായെങ്കിലും എനിക്കതൊരു വിഷയമല്ല, എനിക്ക് നിന്നെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. ഹേ യെരമ്യാവേ, നീ ബാലനാണെന്ന് പറയല്ലോ, എനിക്ക് നിന്നെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. ഹേ എസ്തറേ, നീ ഒരു സ്ത്രീയാണെന്ന് പറയല്ലോ, രാജാവിന്റെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് നിന്നെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. ഹേ മറിയേ, പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയല്ലോ, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് പറയട്ടെ, എന്റെ ദൈവത്തിന്റെ കണ്ണുകൾ നിന്റെ മേൽ പതിയും. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ദൈവം ഒരു വ്യക്തിയാണ് തിരഞ്ഞെടുക്കുന്നത്. വലിയ പ്രവർത്തികൾക്കായി ദൈവം നിസ്സാരമായി ലോകം എണ്ണാത്ത, ലോകം ഒരിക്കലും ശ്രദ്ധിക്കാത്ത, ലോകം ഒരിക്കലും അംഗീകരിക്കാത്ത ചിലതിനെ ഇന്നും ദൈവത്തിന്റെ കരങ്ങൾ അന്വേഷിക്കുകയാണ്, ദൈവത്തിന്റെ കണ്ണുകൾ അന്വേഷിക്കുകയാണ്. കുശവന്റെ കയ്യിൽ ഒരു കളിമൺ പത്രം എന്നതുപോലെ ആ ചക്രത്തിന്റെ മേലിരിക്കുവാൻ ഇന്ന് പകൽക്കാലം ചിലർ സമർപ്പിക്കപ്പെട്ടാൽ, എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമാണ്.